രാജ്യത്തെ ഞെട്ടിച്ച വോട്ടുകൊള്ളയാണല്ലോ ഇപ്പോഴത്തെ പ്രധാന താരം. 2024 തെരഞ്ഞെടുപ്പിനെ ആധാരമാക്കിയ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രേഖ തന്നാൽ, കടലാസ് രേഖയല്ല, ഡിജിറ്റൽ രേഖ തന്നാൽ വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദി വോട്ടുകൊള്ളയിലൂടെയാണ് പ്രധാനമന്ത്രിയായതെന്ന് തെളിയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ജിയെയാണ്. അവരിതുവരെ പ്രതികരിച്ചിട്ടില്ല, അവർ മിണ്ടിയിട്ടില്ല. ഉത്തരവാദപ്പെട്ടൊരു സ്ഥാനത്തിരിക്കുന്ന, പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ വെല്ലുവിളി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഡിജിറ്റൽ രേഖയും തന്നാൽ മതി, നമ്മുടെ പ്രധാനമന്ത്രി കള്ളവോട്ടിലൂടെ അല്ലെങ്കിൽ വോട്ട് കൊള്ളയിലൂടെയാണ് പ്രധാനമന്ത്രി ആയതെന്ന് തെളിയിക്കാം. നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഓർക്കണം. അതും ചെറിയ ആളല്ല, ഞാൻ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാ, പ്രതിപക്ഷ നേതാവാ. അദ്ദേഹമാണെങ്കിൽ, നമ്മുടെ മോദിയാണെങ്കിൽ സദാസമയവും വിദേശത്താണ്. കാണുന്നവരെയൊക്കെ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് ഉലകം ചുറ്റുകയാണ് അദ്ദേഹം. അപ്പൊ ഈ രാജ്യത്തുള്ളവർക്കൊക്കെ അദ്ദേഹത്തെ പരിചയമുണ്ട്. അപ്പൊ ആ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി മോദി ഈ വോട്ട് കൊള്ളയിലൂടെയാണ് പ്രധാനമന്ത്രി ആയതെന്ന് വന്നാൽ അതിന്റെ ദോഷമാർക്കാ, അതിന്റെ അപമാനമാർക്കാ? നമുക്കാ, നമ്മുടെ രാജ്യത്തിനാ, രാജ്യത്തെ നമ്മൾ അടങ്ങുന്ന ജനങ്ങൾക്കാ. അത് മാത്രമല്ല, ഈ മോദിജി പ്രധാനമന്ത്രി ആയതിന്റെ പിന്നിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ചില കുൽസിത പ്രവർത്തികളുമുണ്ട്, അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നു എന്നൊക്കെ പരാതി അന്തരീക്ഷിക്കുക. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇലക്ഷൻ കമ്മീഷനും വേണ്ടപ്പെട്ടയാളാ. അപ്പൊ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട ചുമതലയാർക്കാ? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ജിക്കല്ലേ, അവരത് ചെയ്യേണ്ടതല്ലേ? അവർക്ക് ഇതുവരെ പ്രയാസമൊന്നുമില്ല, സിമ്പിൾ കാര്യം ചെയ്താൽ മതി. ഈ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം രാഹുൽ ഗാന്ധിക്ക് കൊടുത്താൽ മതി. അദ്ദേഹം 15 മിനിറ്റ് കൊണ്ട് തെളിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പോട്ടെ, 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 15 ദിവസം വേണേലും കൊടുക്കാം, ശകലം കൂടുതൽ കൊടുക്കാം. അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ഗുണമാർക്കാ? നമ്മുടെ മോദിജിക്കാ, ഇലക്ഷൻ കമ്മീഷനാ. മനസ്സിലായില്ലേ? ഇനി തെളിയിച്ചാലോ? തെളിഞ്ഞു എന്ന് വിചാരിക്കുക, കള്ളവോട്ട് വഴിയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായതെന്ന് വ്യക്തമായി എന്ന് കരുതുക. ആകുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ, വ്യക്തമാകുന്നു എന്ന് കരുതുക. അപ്പോ നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു കള്ളപ്പണിയിലൂടെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയതെന്ന് നാട്ടുകാരെ മാരവര് അറിഞ്ഞോട്ട്. അപ്പൊ അതല്ലേ നല്ലത്? ഈ സംശയങ്ങൾക്ക് ഇട കൊടുക്കാതെ, അതിന്റെ പുകമറയിൽ ആരെയും നിർത്താതെ ഈ രേഖ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് സംഗതി ക്ലീനായി. കള്ളവോട്ട് നടന്നോ, വോട്ടുകൊള്ള നടന്നു, അങ്ങനാണോ പ്രധാനമന്ത്രി ആയത് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ കാര്യം, വളരെ ലളിതമായ കാര്യം. ഈ ഡിജിറ്റൽ രേഖ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുക. അത് ചോദിക്കാൻ കാര്യം എന്താ? ഈ വോട്ടുകൊള്ളയെ കുറിച്ച് സംശയം ഉണ്ടായപ്പോൾ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റ്, അവിടെയാണ് ഈ സംശയം ഉണ്ടായത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പറ്റി ചോദിച്ചു. ഇതിന്റെ ഡിജിറ്റൽ രേഖ കൊടുത്തില്ല, കടലാസ് രേഖകളാണ് കൊടുത്തത് കെട്ടുകണക്കിന്. അത് കൈകാര്യം ചെയ്ത് അതിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ, അല്ലെങ്കിൽ കള്ളവോട്ട് നടന്നു എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ അതൊക്കെ കണ്ടെത്താൻ 30-40 പേരടങ്ങുന്ന ഒരു സംഘത്തിന് 6 മാസം വേണ്ടി വന്നു. അതേസമയം ഡിജിറ്റൽ രേഖ ആയിരുന്നെങ്കിലേ ഈ വക പ്രയാസങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ അന്ന് കിട്ടാത്തത് കൊണ്ടാണ്, അന്ന് തരാതിരുന്നത് കൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്തായിരുന്നു മനസ്സിലാകുന്നത്? എന്തുകൊണ്ടാ കൊടുക്കാതിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ? അതും ആലോചിക്കണമല്ലോ. കടലാസ് രേഖ കൊടുത്തിട്ട് തന്നെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തില് നമുക്കാർക്ക് ഇമാജിൻ ചെയ്യാൻ മേലാത്ത രീതിയിലുള്ള കൊള്ളയാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലായി. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 7-ൽ 82,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റുപോയി. അതേസമയം 8ാമത്തെ ഒറ്റ അസംബ്ലി മണ്ഡലത്തില് 1.4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് BJPക്ക്, അദ്ദേഹം ജയിച്ചു. അപ്പൊ ഈ ഡിജിറ്റൽ രേഖ കിട്ടിയാല് എന്തെങ്കിലുമൊക്കെ തെളിയും, പല തട്ടിപ്പുകളും പുറത്തു വരും, അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ജി ഈ സാധനം അങ്ങോട്ട് പുറത്തോട്ട് വിടാത്തത്. മൗനം വിദ്വാനുഭൂഷണം എന്ന മട്ടിലാണ് നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ജി ഈ കാര്യത്തില് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ കാര്യത്തില് പെരുമാറുന്നത്. ചിലപ്പോൾ ഈ വിദ്വാൻമാര് മാത്രമല്ല മൗനം ഭജിക്കുക, തെറ്റു ചെയ്തവരും അങ്ങനെ മൗനത്തിലാകും ചിലപ്പോഴൊക്കെ. അതായത് സത്യം ഒരിക്കലും പുറത്തു വരുന്നില്ലെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി ചിലർ മിണ്ടാതിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ ജി എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അവര് ചില മറുപടികൾ നൽകുന്നുണ്ട്, നേരിട്ടല്ലാതെ, പ്രത്യക്ഷത്തിലല്ലാതെ, പരോക്ഷമായിട്ട്. അതിന് അവരുപയോഗിക്കുന്നത് കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ കമ്മീഷണർമാരെ ഉപയോഗിച്ചിട്ടാണ്. അവരെന്താ പറയുന്നത്? രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തെളിവുകൾ സഹിതം ഇലക്ഷൻ കമ്മീഷൻ ബില്ല് ഹാജരാക്കട്ടെ. പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം ചെയ്യണം, സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടൊരു സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ പറയുന്നത് സത്യമാണ്, സത്യമാണ്, സത്യമാണ് എന്ന്
വ്യക്തമാക്കുന്ന രീതിയിലൊരു സത്യവാങ്മൂലം വേണം. ആ ഒരു ടെക്നിക്കൽ കാര്യത്തിൽ കയറി പിടിച്ചിരിക്കുക നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ജി. അല്ലാതെ അവർക്ക് പ്രധാനമന്ത്രിയെ ഈ ഊരാ കൊടുക്കുന്ന രക്ഷപ്പെടുത്തണമെന്നല്ല. എങ്ങനെയെങ്കിലും ഈ ഡിജിറ്റൽ കാർഡ് ഒന്ന് കൊടുക്കാതിരിക്കണം. കൊടുത്താൽ കുഴയും. കൂഴിച്ചൊക്കെ വേവിച്ചാൽ കുഴയുന്നത് പോലെ കുഴയും. അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ സാധനം കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ ഈ പറയുന്നത് ചട്ടപ്രകാരം ശരിയാണോ എന്ന് സംശയമുണ്ട്. അത് ഈ ബന്ധപ്പെട്ട ചട്ടത്തിന്റെ ഒരു തെറ്റായ വായനയാണ്. അതുപോലെ തന്നെ ഒരു ദുർവ്യാഖ്യാനമാണ്. ഈ ചട്ടത്തിൽ കൃത്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കുമ്പോൾ അതിനു മുമ്പായിട്ടൊരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അപ്പൊ അതിന്മേൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അതൊരു നിശ്ചിത സമയത്തിനകം, അതായത് 30 ദിവസത്തിനകം ബോധിപ്പിക്കാം. അപ്പോഴത് പരിശോധിക്കും. പക്ഷേ ഈ ഒരു ആക്ഷേപം വെറുതെ ഉന്നയിക്കാൻ പറ്റില്ല. അത് ഈ പറഞ്ഞതുപോലെ ഒരു സത്യപ്രതിജ്ഞയോട് കൂടി വേണം. അതാണ് ചട്ടം. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി സംശയം ഉന്നയിക്കുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടികയെ കുറിച്ചാ, അതിൽ നടത്തിയ കൃത്രിമത്വത്തെ കുറിച്ചാ. അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞു. കഴിഞ്ഞ ജാനുവരിയിൽ ചില സംസ്ഥാനങ്ങളില് പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇത് ഈ നേരത്തെ പറഞ്ഞ ചട്ടത്തിന്റെ കീഴിൽ വരുന്നതല്ല. എപ്പോഴും ആർക്കും ഒരു പരാതി അല്ലെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കാവുന്നതേ ഉള്ളൂ. അതാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അതിന് വെറുതെ ഒരു ടെക്നിക്കൽ കാര്യം പറഞ്ഞുകൊണ്ട് തടസ്സമുണ്ടാക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? അദ്ദേഹം വളരെ കൃത്യമായ അന്വേഷണത്തിന്റെ ഫലമായിട്ട് ലഭിച്ച സത്യസന്ധമായ വിവരങ്ങൾ തെളിവ് സഹിതം ഇന്ത്യ രാജ്യത്തിന് മുമ്പിൽ വെച്ചിരിക്കുക. ജനങ്ങളുടെ മുമ്പിൽ അത് സമർപ്പിച്ചിരിക്കുക. അത് ഇലക്ഷൻ കമ്മീഷന് മുമ്പിലും ഉണ്ട്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ എന്തുവാ ചെയ്യേണ്ടത്? അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്ഷേപം, ആരോപണം ഉണ്ടാകുമ്പോൾ അതിന്മേൽ അന്വേഷണം നടത്തുകയല്ലേ ചെയ്യേണ്ടത്? യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇക്കാര്യത്തിൽ രാജ്യത്തോട് മറുപടി പറയേണ്ട ബാധ്യത ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷനല്ലേ? അത് ചെയ്യാതെ വെറും സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ നടത്തിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാ നടക്കുക? ഈ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാല് രാഹുൽ ഗാന്ധി ലോക്സഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അംഗമായിട്ട് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഈ രാജ്യത്തിന്റെ മുമ്പിലുണ്ട്. പിന്നെന്ത് സത്യപ്രതിജ്ഞ? ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കൂ. രാഹുൽ ഗാന്ധിയും അതാണ് പറയുന്നത്, വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് എന്നെ നിങ്ങൾ ജയിലിലടച്ചോളൂ, എനിക്കെതിരെ ശിക്ഷ വിധിച്ചോളൂ. അതല്ലേ ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ഈ കള്ളവോട്ടിലൂടെ അല്ലെ വോട്ട് കൊള്ളയിലൂടെയാണ് BJP അധികാരത്തിൽ വന്നത് എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാമല്ലോ. അതാണല്ലോ അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. അതിനെന്താണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകാത്തത്? രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ഈ വോട്ട് കൊള്ളയുടെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുക. അവര് പലപ്പോഴും വ്യക്തിനിഷ്ഠമായ അല്ലെങ്കിൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഒന്നിച്ചു നിൽക്കുകയോ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാമെന്ന് അവരെല്ലാവരും തീരുമാനിച്ചിരിക്കുക. കാരണം അതല്ലാതെ അവർക്ക് വഴിയില്ല. ഒന്നിച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ ഇത് ആവർത്തിക്കും. ഇപ്പോൾ തന്നെ BJP സർക്കാരിന് 2029 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ലോക്സഭാ സീറ്റുകൾ പുനഃക്രമീകരിക്കാൻ ഡീലിമിറ്റേഷന് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 800 ആക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ അവർ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഭരണകക്ഷിയായ BJPയെയും NDAയെയും അനുവദിക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാവും. അതുവരെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് 11-ാം തീയതി അവര് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പാർട്ടികളുടെ MP-മാരുടെ ഒരു പ്രകടനം നിശ്ചയിച്ചിരിക്കുക. അതിനുശേഷം പാർട്ടി നേതാക്കൾ ഇലക്ഷൻ കമ്മീഷനെ കാണും. ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. പറഞ്ഞല്ലോ, അവർക്ക് വേറെ വഴിയില്ല. എന്താണ് മഹാരാഷ്ട്രയിൽ നടന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. 48 ലോക്സഭാ സീറ്റുകളിൽ 30 എണ്ണം ഇന്ത്യ സഖ്യം നേടിയതാ. പക്ഷേ 5 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288-ൽ 46 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. എങ്ങനെയാണ് 5 മാസം കൊണ്ട് ജനവിധി അല്ലെങ്കിൽ ജനങ്ങളുടെ നിലപാട് ഈ രീതിയിൽ മാറും? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 9.29 കോടിയായിരുന്നു. അത് കഴിഞ്ഞ് 2024 നവംബറിൽ 5 മാസം കഴിഞ്ഞ് വിധാനസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണം 9.7 കോടിയായി വർദ്ധിച്ചു. അതായത് 5 മാസം കൊണ്ട് 41 ലക്ഷം വോട്ടർമാരുടെ വർധന.
5 മാസം കൊണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പ്രായപൂർത്തിയായവരുടെ എണ്ണം 9.54 കോടി മാത്രമാണ്. പക്ഷെ അവിടുത്തെ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരുടെ സംഖ്യ അല്ലെങ്കിൽ എണ്ണം 9.7 കോടിയാണ്. ഇതാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അന്ന് ഇക്കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിക്കുകയാണ് ഉണ്ടായത്. NDA-ക്കാരടക്കം BJP-ക്കാരടക്കം എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. ഇപ്പോഴതിൻ്റെ എല്ലാം വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് പ്രായപൂർത്തിയായവരെക്കാൾ കൂടുതൽ വോട്ടർമാരുടെ ഒരു അവസ്ഥ അതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ പ്രശ്നം വോട്ടുകൊള്ള, ഇക്കാര്യത്തിൽ കേരളത്തിലെ CPM എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഇനിയും സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ടില്ല. MAB ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന പാർട്ടി നേതാക്കളിൽ നിന്ന് ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുവരെ കണ്ടില്ല. പക്ഷെ ഒരു സൂചന നമുക്ക് മനസ്സിലായത് ഇന്നലത്തെ ദേശാഭിമാനി പത്രമാണ്. കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും ഇത് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തയാക്കിയപ്പോൾ, മലയാള പത്രങ്ങൾ മുഴുവൻ അങ്ങനെ ചെയ്തപ്പോൾ, ദേശാഭിമാനി മാത്രം അത് വളരെ അപ്രധാനമായിട്ട് രാഹുൽ ഗാന്ധി എന്തോ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന മട്ടില് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ 1-ാം പേജിലെ പ്രധാന ഹെഡിങ് ശീർഷകം കേരളത്തിന് കനത്ത ആഘാതം എന്നുള്ളതാണ്. അതായത് ട്രംപിന്റെ ഇരട്ട തീരുമാനം അത് കേരളത്തെ എങ്ങനെ ബാധിക്കും. അതിന്റെ സബ്ഹെഡിങ് ആയിട്ട് തെരുവുകൾ തോറും CPM പ്രതിഷേധം നിറയ്ക്കുമെന്നൊരു ഭീഷണിയുണ്ട്. ട്രംപിനുള്ളൊരു ഭീഷണിയാണ്. ഇത് കേട്ട് അല്ലെങ്കിൽ ഇതറിഞ്ഞാൽ CPM ഇങ്ങനെ കേരളത്തിലെ തെരുവുകളിൽ മുഴുവൻ പ്രതിഷേധം നടത്തുന്നു എന്നറിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപ് ഇരട്ട തീരുമാനം പിൻവലിച്ചേക്കും, റദ്ദാക്കിയേക്കും. ആ രീതിയിലാണ് ആ ഹെഡിങ് വന്നിരിക്കുന്നത്. അതേസമയം ബംഗാളിലെ ദേശാഭിമാനി CPM-ന്റെ മുഖപത്രം ഗണശക്തി 1-ാം പേജിൽ പ്രധാന വാർത്തയായിട്ട് ഇത് നൽകിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണത്തിനായി രാഹുൽ ഗാന്ധി എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും കേരളത്തിലെ CPM സഖാക്കൾക്ക് അതത്ര ബോധിക്കില്ല. ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ അല്ലെങ്കിൽ അവരുടെ പോരാളികൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ ഈ സംഘപരിവാരത്തെ അങ്ങനെ കുത്തിക്കീറാൻ നിൽക്കുന്നവരാ. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം, അതായത് വോട്ട് കൊള്ള, അതിന്റെ കൃത്യമായ തെളിവുകളുമായിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടും പ്രതീക്ഷിച്ച പ്രതികരണം അവരിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിലൊക്കെ ചില ന്യായീകരണങ്ങളും ചിലർ പറയുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും കേരളത്തിൽ മത്സരിച്ചത് എന്തിനാ? CPM-നോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികളും ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികളല്ലേ? അതൊക്കെ വലിയൊരു പാതകമായിട്ട് ഇവിടെ ചിത്രീകരിക്കുക. ഈ സന്ദർഭത്തിൽ നമുക്കറിയാമല്ലോ, ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ CPM ഉണ്ട്, CPI ഉണ്ട് എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴും ഇതൊരു വലിയ പ്രധാന ഇഷ്യൂ ആയിട്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ചെയ്യുന്നതൊക്കെ ശരിയാണെന്നൊരു തോന്നലുണ്ട്. പക്ഷെ അതിനങ്ങോട്ട് അനുകൂലിക്കാൻ വയ്യ, അതിനെ പിന്താങ്ങാൻ വയ്യ. കൂട്ടത്തിൽ CPM-ലെ ഒരു ബുദ്ധിമാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം വളരെ രസകരമായിട്ട് തോന്നി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരിക്കുക. ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി മുതലായവരെ നെഹ്റു കുടുംബം എന്ന് പോലും അദ്ദേഹം വിളിക്കത്തില്ല. അതിന് അവർക്ക് യോഗ്യതയില്ല. അവരെ വെറും രാജീവ് ഗാന്ധി കുടുംബം എന്ന് മാത്രമേ വിളിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നെഹ്റു കുടുംബത്തിൽപ്പെട്ടവരെ ഗാന്ധി എന്ന സർനെയും എടുത്തതിനെ പറ്റി വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷെ അവരിപ്പം നെഹ്റു കുടുംബം എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് ഈ ബുദ്ധിമാൻ പറയുന്നത്. നെഹ്റുവിന്റെ മകള് ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ 2 മക്കള് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. പക്ഷെ അവരെ നെഹ്റു കുടുംബം എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. ആ സമീപനമാണ് ഇപ്പോഴും കേരളത്തിലെ സഖാക്കള് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും വെച്ചു പുലർത്തുന്നതെന്ന് ഓർക്കുമ്പോഴേ പിന്നെന്താ കൂടുതൽ പറയുക? ഈ നെഹ്റു ഫാമിലി എന്ന് വിളിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് മനസ്സിലായില്ല. ഇടയ്ക്ക് സോണിയാഗാന്ധി വന്നതുകൊണ്ടാണ് ഇച്ചിരിക്കാരി, അതാണോ പ്രശ്നം? അതാണോ ഇഷ്ടപ്പെടാതെ പോയത്? സഖാക്കൾ ഒരു കാര്യം ഓർക്കണം. ഇന്ന് ഇന്ത്യയില് ദേശീയ രംഗത്ത് RSS-നും BJP-ക്കും സംഘപരിവാരത്തിനുമെതിരെ, മോഡി സർക്കാരിനെതിരെ, അവരുടെ നടപടികൾക്കെതിരെ, അവരുടെ പ്രവർത്തികൾക്കെതിരെ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് നെഞ്ചുവിരിച്ച് ചങ്കുറ്റത്തോടുകൂടി ശക്തമായി സംസാരിക്കുന്ന വേറൊരു നേതാവ് ആരാണുള്ളത്? ഏത് പാർട്ടിയിലാണുള്ളത്? ഇത്ര ധൈര്യത്തോടുകൂടി സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവനിൽ പോലും ഭയമില്ലാതെയാണ് ചെയ്യുന്നത്. ഇന്ന് RSS-ന്റെയും BJP-യുടെയും പ്രധാന ശത്രു ആരാണ്? രാഹുൽ ഗാന്ധി അല്ലേ?
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBI-യെയും ഭയപ്പെടാതെ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് BJP-ക്കും മോദിക്കും RSS-നുമെതിരെ സംസാരിക്കുന്നില്ലേ? അത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അദ്ദേഹം സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അദാനി അടക്കമുള്ള കോർപ്പറേറ്റുകൾക്കെതിരെ ഇതുപോലെ തുറന്ന് എതിർത്ത് സംസാരിക്കാൻ പറ്റുന്ന എത്ര നേതാക്കൾ? അദ്ദേഹം സംസാരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാ, പാവപ്പെട്ടവർക്ക് വേണ്ടിയാ. സംശയമുണ്ടോ? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചിന്തകൾ, നയങ്ങൾ ഒരു വലതുപക്ഷമാണോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? ജനങ്ങൾക്കിടയിൽ ഇതുപോലെ ഇഴുകിച്ചേരുന്ന മറ്റൊരു നേതാവ് വേറെ ആരാണുള്ളത്? നോക്കൂ, ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ, മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ എത്ര കിലോമീറ്ററുകൾ കാൽനടയായി ഇതുപോലെ ഒരു യാത്ര നടത്താൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു യാത്ര നടത്താൻ കഴിയുന്ന എത്ര നേതാക്കൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്? രാഹുൽ ഗാന്ധി അല്ലാതെ. ആ രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം, നിങ്ങൾക്ക് എതിർക്കാം, പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഈ കാര്യത്തിലെങ്കിലും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വേറെ റുക്കാൻ പോന്ന ഒരു വലിയ അഴിമതി കണ്ടുപിടിക്കുമ്പോൾ അതിനൊപ്പം നിങ്ങൾ നിൽക്കേണ്ടതല്ലേ? സഹാക്കൾ നിൽക്കേണ്ടതല്ലേ? CPM നിൽക്കേണ്ടതല്ലേ? എന്താണ് നിങ്ങൾക്ക് മടി? ഈ രീതിയിൽ BJP മുന്നോട്ട് പോയാൽ ഇവിടെ ജനാധിപത്യം ബാക്കി ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയെ പുറത്തു കൊണ്ടുവന്ന ഈ വോട്ട് കൊള്ള, അത് തീ പോലെ ഇന്ത്യയിലാകമാനം പടർത്തണം. അത് വോട്ട് കൊള്ളയിലൂടെയാണ് BJP അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്ന് തെളിയിക്കാനുള്ള ഒരു പോരാട്ടമായിരിക്കണം. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു രക്ഷാമാർഗമായി മാറണം. അതിന് സഖാക്കൾ അടക്കമുള്ളവർ ഒന്നിച്ച് നിൽക്കണം. അതാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്.